ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഈ അടുത്ത് PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അതിലും പ്രധാനപ്പെട്ട അനുബന്ധ വിവരങ്ങളും അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ മിസ്സാക്കരുത്. 101% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. PSCയുടെ ട്രെൻഡ് ഇതാണ്. PSC ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്നും ഇവിടുന്ന് മനസ്സിലാക്കാന്നല്ല, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. അപ്പൊ ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ചോദ്യങ്ങളും പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും പഠിക്കണം. നിങ്ങൾ പഠിച്ചിരിക്കും, ക്ലാസ് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കും. അപ്പൊ അധികമൊന്നും പറയാൻ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. June 1 നമ്മൾ 40 ഡേയ്സിന്റെ ഒരു ബാച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40 ഡേയ്സ് ബാച്ച് 40 ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 40 ദിവസം വേണ്ട രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ വൈകിയിട്ടുണ്ട്, ഇന്ന് തന്നെ നിങ്ങൾ വൈകിയിരിക്കുകയാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഈ 4 ദിവസത്തെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 2-3 ക്ലാസ് ആണ് ഒരു ദിവസം മാക്സിമം വരിക. നാലാമതായിട്ടൊരു ക്ലാസ് വരുന്നത് അതിൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസിന്റെയാണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസും വരുന്നുണ്ട്. അത് ലാസ്റ്റ് ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് തരിക. അങ്ങനെ കുറച്ച് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതും ഏറ്റവും പ്രധാനപ്പെട്ടത്, തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യം വരാൻ അത്രയും സാധ്യതയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മിസ്സാക്കരുത്. ഇനിയും പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക്. അതായത് ഇനി ഈ 4 ദിവസത്തെ ക്ലാസ് ഒക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് കണ്ടു തീർക്കും എന്നുള്ളവരാണെങ്കിൽ, 4 ദിവസത്തെ ക്ലാസ്സും കണ്ടു തീർക്കാൻ പറ്റാത്തവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ജോയിൻ ആവേണ്ട. കുറച്ച് പെൻഡിങ് ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നും. 4 ദിവസത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. 1 തീയതി June 1 സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. അത് മുതലുള്ള ക്ലാസ്സുകൾ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. പക്ഷെ പറ്റില്ല എന്നാണെങ്കിൽ എന്റെ റിക്വസ്റ്റ് ആണ്, ജോയിൻ ആവരുത്. കാരണം നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ട്, ഒരുപാടുണ്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠിക്കാൻ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് സമയമുള്ളവരാണെങ്കിൽ, 2-3 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കാൻ കിട്ടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ 3-4 മണിക്കൂർ കിട്ടുന്നവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. വേൾഡ് ഹിസ്റ്ററി പലരും ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് കണക്ട് ചെയ്ത് പഠിക്കട്ടോ, ടെൻഷൻ ആവണ്ട. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഇനി ഇത് ആരുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ഉത്തരം അറിയാത്തവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം പറയട്ടെ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ഹനിക്കുക, അതായത് മനുഷ്യന് കിട്ടുന്ന റൈറ്റ്സിനെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹനിക്കുക, അവനെ ലോക്ക് ചെയ്തിടുക എന്നാണ് അർത്ഥം, അല്ലെ? മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ലോക്ക് ചെയ്തിടുക എന്നാണ് അർത്ഥം. ഓക്കെ, ജോൺ ലോക്ക്. സിമ്പിൾ അല്ലേ? അപ്പൊ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്, ഇനിയും വരും. ഓക്കെ, ശ്രദ്ധിച്ചോ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദ്യം വരും. ആരുടെയാണ്? ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ആരുടെയാണ്? ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ജോൺ ലോക്ക്. അപ്പൊ മൗലിക അവകാശങ്ങൾ ഹനിക്കുക, ഈ സെന്റൻസ് മനസ്സിലാക്കിയാൽ മതി. മൗലിക അവകാശങ്ങൾ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ ലോക്ക് ചെയ്തിടാനാണ് അർത്ഥം. ഓക്കെ, ഇത് ഏതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്? വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഏത് കലാപവുമായി ബന്ധപ്പെട്ട്, അതായത് വേൾഡ് ഹിസ്റ്ററിയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണെന്ന് നമുക്ക് പഠിക്കണ്ടേ? നമുക്ക് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏതിലെ മുദ്രാവാക്യമാണെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലേ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരില്ല.
ഇതാരുടെ വാക്കുകളാണെന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വർഷം ചോദിക്കട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776 വർഷം പഠിച്ചു വെച്ചോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചോദിക്കും. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ചോദിക്കും അല്ലെ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം അല്ലെ, ഫ്രഞ്ച് വിപ്ലവം, പിന്നെ അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം 1911. അങ്ങനെ ഓരോന്നിന്റെ വർഷങ്ങൾ പഠിക്കണം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. ആദ്യം പഠിക്കുന്നത് അതാണ് അല്ലെ. നമ്മൾ ലോക വിപ്ലവങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഭാഗമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. മഹത്തായ വിപ്ലവം എന്നും രക്തരഹിത വിപ്ലവം എന്നും കൊട്ടാര വിപ്ലവം എന്നും പ്യൂരിറ്റൈൻ വിപ്ലവം എന്നും മതപരമായ വിപ്ലവം എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് 1688 ഏത് വിപ്ലവമാണ്? ഇംഗ്ലണ്ടിലെ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ. പിന്നെ 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 1789 ഏത്? ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? അത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ചോദ്യം വരാറുണ്ട്. ഏതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 1911 ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവം 1911. 1917 ഏത്? റഷ്യൻ വിപ്ലവം. വർഷങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം. ഒരു വട്ടം കൂടെ വർഷങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് തരട്ടെ. ആദ്യം 1688 ഏതാണ്? ഞാൻ വർഷം എഴുതാം, അത് ഏതാണെന്ന് പറയണേ. 1688 ഏതാണ്? അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. വിശേഷണങ്ങൾ ചോദ്യം വരും. താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതെന്നോ അല്ലെങ്കിൽ വിശേഷണങ്ങളിൽ തെറ്റായതെന്നൊക്കെ ചോദ്യം വരും. അപ്പൊ ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് അതിന്റെ വിശേഷണങ്ങൾ. ഒന്ന്, ഓപ്ഷനിൽ മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. അതും പഠിച്ചു വെച്ചോ. അപ്പൊ 1688 എന്താണ്? 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഒന്ന്, മഹത്തായ വിപ്ലവം. രക്തരഹിത വിപ്ലവം അല്ലെ, രക്തരഹിത വിപ്ലവം അല്ലെ, രക്തം ചിന്തിയിട്ടില്ല. രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇതൊക്കെ 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അടുത്തത് 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്താണ് മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പിന്നെ 1789 1789 എന്താണ്? ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവം. പിന്നെ അടുത്തത് ഫ്രഞ്ച് വിപ്ലവം എന്താണ്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നും ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. പിന്നെ 1911 ഏതാണ്? ചൈനീസ് വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ചോദ്യം വരും. ഭൂമി, ആഹാരം, സമാധാനം എന്നീ മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെയുള്ള വർഷങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 1789 1789 ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. പിന്നെ 1911 ഏതാണ്? ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവം അല്ലെ, ചൈനീസ് വിപ്ലവം 1917 ഏതാണ്? അത് റഷ്യൻ വിപ്ലവം. ഭൂമി, ആഹാരം, സമാധാനം. അപ്പോ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ചോദ്യം വരും കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വന്നാൽ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അവിടുന്ന് വരുന്ന ഒരേ ഒരു എക്സ്ട്രാ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ജെയിംസ് ഓട്ടിസ്. എന്താണ് ആ പേരിന് പ്രത്യേകത? ജെയിംസ് ഓട്ടിസ്
ജെയിംസ് ഓട്ടിസ്. ഇവിടെ ജെയിംസ് വെച്ചിട്ട് രണ്ട് പേരുകൾ മേ ബി കൺഫ്യൂഷൻ വരും. ജെയിംസ് ഓട്ടിസ്, ജെയിംസ് മാഡിസൺ. കൺഫ്യൂഷൻ മാറ്റി തരാം കേട്ടോ. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പൊ ജെയിംസ് മാഡിസൺ ആരാണ്? അതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അമേരിക്കയുമായി കണക്റ്റഡ് ആണ്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അല്ലെ, ലിഖിത ഭരണഘടന. ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന. ലിഖിത ഭരണഘടന എന്ന ആശയം നമ്മൾ അവിടെ നിന്നാണ് കടം കൊണ്ടത്. ഇന്ത്യ അമേരിക്കയിൽ നിന്നാണ് ലിഖിത ഭരണഘടന. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ്. ആരാണ് പ്രാതിനിധ്യമില്ലാതെ? ഉത്തരം പറയണേ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ്. അപ്പൊ ആരാണ് ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. രണ്ടും ക്ലിയർ. ഓക്കെ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തോമസ് പെയിൻ. ഇതും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിലെ ആളുകളാണ് ഇവിടെ കുടിയേറി പാർത്തത് അല്ലെ. ഇംഗ്ലണ്ടിലെ ആളുകളാണ് വടക്കേ അമേരിക്കയിൽ കുടിയേറി പാർത്തത് അല്ലെ. മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ് അവർ വന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കപ്പലിന്റെ പേര് പഠിക്കണ്ടേ? മെയ്ഫ്ലവർ എന്ന കപ്പൽ. ഓക്കെ, മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ് അവർ എങ്ങനെ എത്തിയത്? വടക്കേ അമേരിക്കയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേ അമേരിക്കയിൽ. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെ നിന്ന്? ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേ അമേരിക്കയിൽ വന്നിട്ട് ഇവർ കുടിയേറി താമസിക്കുകയാണ്. അവിടെ അവർ കോളനിയൊക്കെ സ്ഥാപിക്കുകയാണ്. അപ്പൊ എന്താ സംഭവം? ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിലെ ആളുകൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം, അതായത് ഈ വൻകരയിലുള്ളത് ഞങ്ങളാണ്, ഞങ്ങള് ഈ വിദേശ ശക്തിക്ക് കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഈ വാക്കുകൾ എന്താണ്? ഇതൊരു പെയിൻ ആണ്. അതായത് ഞങ്ങളുടെ സ്ഥലത്ത് വേറെ ആളുകൾ വന്ന് കുടിയേറി താമസിക്കുക എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. ഓക്കെ, അപ്പൊ തോമസ് പെയിൻ സിമ്പിൾ അല്ലേ? അപ്പൊ തോമസ് പെയിൻ വേദന കൊണ്ട് പറയാണ്. ഓക്കെ, തോമസ് പെയിൻ. മെയ്ഫ്ലവർ കപ്പലിന്റെ പേര് മറക്കരുത്. അതായത് ഇംഗ്ലണ്ടിൽ നിന്നും അവര് തീർത്ഥാടക പിതാക്കൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതും ചോദ്യം വരും. ഓക്കെ, തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തോമസ് പെയിൻ. പെയിനോണ്ട് പറയാണ്. ഓക്കെ, തോമസ് പെയിൻ. ഓക്കെ, ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾ വന്നിട്ട് അങ്ങനെ കുടിയേറി താമസിക്കാനൊന്നും പറ്റില്ല, അത് ഞങ്ങൾക്കൊരു വേദനയാണ്. ഓക്കെ, അപ്പൊ പെയിൻ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. പെയിൻ എന്നുള്ള വാക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യണേ. സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ചതും തോമസ് പെയിൻ ആണ് കേട്ടോ. ഇത് ചോദ്യം വരാറുണ്ട്. ഇതൊക്കെ ചോദ്യം വരുന്ന സാധനങ്ങളാണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനമാണ്. പഠിച്ചു വെച്ചോ. ഓക്കെ, ഓരോന്നും പഠിച്ചു വെച്ചോ. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ചത്, എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയതൊക്കെ ചോദ്യം വരും. ആരാണ്? തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് തോമസ് പെയിൻ. ഓക്കെ, അപ്പൊ വാക്കുകൾ കിട്ടിയല്ലോ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ലോക്ക് ചെയ്തിടാനൊന്നും പറ്റില്ല. ജോൺ ലോക്ക് മൗലിക അവകാശങ്ങൾ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ ലോക്ക് ചെയ്തിടുകയാണ്. ഓക്കെ, മൗലിക അവകാശങ്ങൾ ഹനിക്കുക, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ലോക്ക് ചെയ്തിടുക. ഓക്കെ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. പിന്നെ ഇവിടെ ചോദ്യം വരും, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അത് ചോദ്യം വരാറുണ്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. നമുക്ക് പഠിക്കാം. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് എപ്പോഴും ചോദ്യം വരാറുള്ളത് കേട്ടോ. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി. കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവമാണ് അമേരിക്കൻ. ഓക്കെ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് പഠിച്ചവർ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മനസ്സിലാക്കുക. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. 75 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. നമ്മൾ പറഞ്ഞു അവിടെ വന്നിട്ട് കോളനികൾ സ്ഥാപിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ 13 കോളനികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 13 കോളനികൾ. അവരുടെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ടെൻഷൻ ആവണ്ട. 13 കോളനികളാണ് വന്നിട്ടുള്ളത്. അതിൽ ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നപ്പോൾ അതിൽ ഒരു കോളനി പങ്കെടുത്തിട്ടില്ല. ആ കോളനിയുടെ പേരാണ് ജോർജിയ. അത് പഠിക്കണം. ഓക്കെ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ
പങ്കെടുക്കാതിരുന്ന കോളനി ഏതെന്ന് ചോദ്യം വരും. അതേതാണ്? ജോർജിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. 75 എല്ലാവരും പങ്കെടുത്തു, പക്ഷെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഒരു കോളനി മാത്രം പങ്കെടുത്തില്ല, അതാണ് ജോർജിയ. പിന്നെ ചോദ്യം വരും, കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദ്യം വരും കേട്ടോ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയാലും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയാലും രണ്ടും നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയ. ഓക്കെ, ഫിലാഡൽഫിയ ആയിരുന്നു കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങളുടെ വേദി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയാലും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയാലും നടന്നത് ഫിലാഡൽഫിയ. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. 75 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി ജോർജ് വാഷിംഗ്ടൺ, അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ് കേട്ടോ. അപ്പൊ 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് നമ്മൾ പഠിച്ചു. 74 ഒന്നാമത്തെ നടന്നത്. അപ്പൊ ഒരു കോളനി പങ്കെടുത്തില്ല, അതാണ് ജോർജിയ എന്ന് നമ്മൾ പഠിച്ചു. 75 എല്ലാവരും പങ്കെടുത്തു. അങ്ങനെ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതും പഠിക്കുക. ഓക്കെ, പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ് അല്ലെ? നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ലെ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ചോദ്യം വരും. ഇവിടെ കുറച്ച് പേരുകൾ നമുക്ക് പഠിക്കാണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. കിട്ടി അല്ലെ? ജെയിംസ് ഓട്ടിസ് ആണ്. ഇനി അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അവിടെ ജെയിംസ് എന്നുള്ള പേര് കൊണ്ട് രണ്ടും ഡൗട്ട് വരും അല്ലെ? ജെയിംസ് ഓട്ടിസ് ആണ്, ജെയിംസ് മാഡിസൺ ആണ്. അപ്പൊ രണ്ടും ഡൗട്ട് വരരുത്. ജെയിംസ് ഓട്ടിസ് എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയതാണ് ജെയിംസ് ഓട്ടിസ്. ജെയിംസ് മാഡിസൺ എന്താണ്? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഇനി ഡൗട്ട് വരുന്ന ഒരു സാധനമാണ് എഴുതി തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. എന്നാൽ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ജെയിംസ് മാഡിസൺ ആണ്. അപ്പൊ തോമസ് ജെഫേഴ്സൺ എന്താണ്? തോമസ് ജെഫേഴ്സൺ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഭരണഘടന. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും രണ്ടുപേരും പഠിച്ചു വെച്ചോ. ചിലപ്പോൾ ഒന്നേ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ, ഇയാളെ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. തോമസ് ജെഫേഴ്സൺ ആണ്. മേ ബി ഓപ്ഷനിൽ ഒറ്റക്ക് ഒരാൾ കിടക്കുകയാണെങ്കിൽ അത് തോമസ് ജെഫേഴ്സൺ ആവും. എങ്കിലും പഠിക്കുമ്പോൾ രണ്ടാളെയും പഠിച്ചു വെച്ചോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നുള്ളതും പഠിച്ചു വെച്ചോ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടന ജെയിംസ് മാഡിസൺ. ഓക്കെ, ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും 342, ഈ എണ്ണം പഠിക്കണം, 342 തേയില പട്ടികളല്ല കേട്ടോ, തേയില പാക്കറ്റുകളാണ് കേട്ടോ. തേയില പാക്കറ്റുകൾ പട്ടികളില്ലട്ടോ. ഇവിടെ പട്ടികളുമായിട്ട് അമേരിക്കക്ക് ഒരു കണക്ഷനും ഇല്ല, മീൻസ് ഒരു കണക്ഷനും ഇല്ല എന്ന് ആലോചിച്ച് വെച്ചോ. പാക്കറ്റുകളാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. തേയില, എന്നാലും ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരും. തേയില പാക്കറ്റുകളാണ് കേട്ടോ. തേയില പാക്കറ്റുകൾ. ഓക്കെ, തേയില പാക്കറ്റ്സ് ആണ്. 342 തേയില പാക്കറ്റുകൾ. തേയില പട്ടികളല്ല, 342 തേയില പാക്കറ്റുകളാണ്. ഇനി അവന്നെ വായിച്ചിട്ട് അവിടെ ഇരിക്കും. തേയില പാക്കറ്റുകളാണ്. അങ്ങനെ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, ഇതില്ല. ഓക്കെ, പട്ടികളില്ല. ഈ പാക്കറ്റുകളാണ് കേട്ടോ. കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം വരും. 342 തേയില പാക്കറ്റുകളാണ് എങ്ങോട്ട് വലിച്ചെറിഞ്ഞത്? കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. എന്താണ്? നികുതി ഉയർത്തിയതിനെ തുടർന്ന് അല്ലെ? ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും 342, ഇവിടെ 2, 3, 4 ഈ 3 അക്ഷരം ഉണ്ടെന്ന് ഒന്ന് കണക്ട് ചെയ്യുക. അതായത് 3 അക്കങ്ങൾ ഉണ്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ 2, 3, 4 ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചു പോവാ. ഇതിൽ ആദ്യം വന്നത് 3, പിന്നെ വന്നത് 4, പിന്നെ വന്നത് 2, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തു. അതായത് ഈ 2, 3, 4 എന്നുള്ള അക്കങ്ങൾ അവിടെ ഉണ്ടെന്ന് കണക്ട് ചെയ്തോ. മേ ബി 343 എന്നൊക്കെ തരികയാണെങ്കിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് 2, 3, 4 അതിലുണ്ട് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്തോ. 342 തേയില പാക്കറ്റുകളാണ് എങ്ങോട്ട് വലിച്ചെറിഞ്ഞത്? കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. തേയില പാക്കറ്റുകൾ തേയില പാക്കറ്റുകളാണ്.
ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ചോദ്യം വരും. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. ഈ ഡേറ്റ് കൂടെ പഠിച്ചു വെച്ചോ, ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 1773 ഡിസംബർ 16. 1774 എന്താണ്, ഫിലാഡൽഫിയയിൽ എന്തോ നടന്നു, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 73 ഡിസംബർ 16 എന്ത് നടന്നത്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിൽ അമേരിക്കക്കായി ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിച്ചത് നമ്മൾ നേരത്തെ പഠിച്ച ആളാണ് ജെയിംസ് മാഡിസൺ. ഓക്കെ, ജെയിംസ് മാഡിസൺ ആണ്. 1776 ജൂലൈ 4 കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ ഡേറ്റും പഠിക്കണം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു? 1776 ജൂലൈ 4 എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി? 1773 ഡിസംബർ 16. ഓക്കെ, 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. 1776 ജൂലൈ 4 എന്ത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആരാണ് എഴുതി തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പൊ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. ഓക്കെ, ഇനി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ്. കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചത് നമ്മൾ പഠിച്ചതാണ്. അമേരിക്കയിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പാരീസ് ഉടമ്പടി. ഈ പാരീസ് ഉടമ്പടിയുടെ വർഷം ചോദ്യം വരാറുണ്ട്. 1783 പാരീസ് ഉടമ്പടി 1783. വടക്കേ അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികൾ, അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിൽ ഞാൻ പറയുന്ന പോലെ ഒറ്റ കോളനി ഒന്ന് പഠിച്ചു വെച്ചോ, ജോർജിയ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും പറഞ്ഞു, ബാക്കി ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു കിട്ടാൽ മതി കേട്ടോ. ഓക്കെ, ജോർജിയ ആണ് കേട്ടോ ഒരു കോളനി, ജോർജിയ. അടുത്തത്, മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെയാണ്? ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പക്ഷാഘാതം, അപസ്മാരം. ഏതിന്റെയാണ് അറിയോ? ഒന്നുകൂടെ നോക്കാം. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെയാണ്? അൽഷിമേഴ്സ് അല്ല എന്ന് പലർക്കും എന്തായാലും അറിയാം. അൽഷിമേഴ്സിന് ഇതൊന്നുമില്ല, അൽഷിമേഴ്സ് അല്ല. പിന്നെ ഏതാണ്? നമ്മൾ വിറയൽ എന്നൊക്കെ വെച്ച് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നതാണ്. വിറയൽ നമുക്കൊക്കെ അറിയാം. അത് ഏതാണ്? പാർക്കിൻസൺസ് ആണ് അല്ലെ? പാർക്കിൻസൺസ് ആണ് കേട്ടോ നമ്മുടെ ഉത്തരം. പാർക്കിൻസൺസ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇനി പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അൽഷിമേഴ്സ് ഉണ്ട്, പാർക്കിൻസൺസ് ഉണ്ട്, അപസ്മാരം. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏത്? ചോദ്യം വരില്ലേ? അപ്പൊ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം എന്നീ രോഗങ്ങളാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ. അത് പഠിച്ചു വെക്കാം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം. എന്താണ്? പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം. ഏതാണ്? പക്ഷാഘാതം. മനുഷ്യരിൽ അഭിലഷണീയമായ, അതായത് നോർമൽ, ഇങ്ങനെ വാക്ക് പഠിക്കണ്ട, നോർമൽ രക്തസമ്മർദ്ദ നിരക്ക് 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ് കേട്ടോ. അപ്പൊ മനുഷ്യരിൽ നോർമൽ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 മില്ലിമീറ്റർ മെർക്കുറി. 120/80. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഈ അളവ് ചോദ്യം വരും. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെണ്ടക്ക അക്ഷരത്തില് SCRT NCRT ഫാക്ട്സ്. അപ്പോൾ ചോദ്യം വരാൻ അത്രയും ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതങ്ങനെ പഠിച്ചു വെച്ചോ. 120/80. ക്ലിയർ അല്ലേ? ഒരു വട്ടം കൂടെ നോക്കാം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം. ഇതിൽ പെടാത്തത് ഏതെന്ന് കിട്ടുമല്ലോ. അപ്പൊ പെടുന്നത് ഏതൊക്കെയാണ്? അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം. ഇതൊക്കെയാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ, അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം. ഏതാണ്? പക്ഷാഘാതം. ക്ലിയർ. അടുത്തത്,
രക്തസമ്മർദ്ദം 120/80 മില്ലിമീറ്റർ മെർക്കുറിയിൽ നിന്ന് കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അല്ലെ. അതിരക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ കൂടുക. ഇതിൽ നിന്ന് നോർമൽ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലാണ്. ഓക്കെ, 120/80 ആണ് നോർമൽ. അതിൽ നിന്ന് കൂടുമ്പോഴാണ് അതിരക്തസമ്മർദ്ദം അല്ലെ, BP കൂടുന്നത് അതിൽ നിന്ന് കൂടുമ്പോഴാണ്. ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിതോപയോഗം, പുകവലി, വ്യായാമത്തിന്റെ കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങളാണ് പലപ്പോഴും അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് അല്ലെ. രക്തസമ്മർദ്ദം, അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിതോപയോഗം. ഒന്ന്, ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിതോപയോഗം, പുകവലി, വ്യായാമത്തിന്റെ കുറവ്, ഇതുപോലുള്ള തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങളാണ് പലപ്പോഴും അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പക്ഷാഘാതത്തിലേക്കോ ഹൃദയാഘാതത്തിലേക്കോ നയിച്ചേക്കാം. ഹൈപ്പോടെൻഷൻ താഴെ, ഹൈപ്പർ ടെൻഷൻ, അതായത് കൂടുന്നത് ഹൈപ്പർ ടെൻഷൻ, കുറയുന്നതാണ് ഹൈപ്പോടെൻഷൻ. അത് മനസ്സിലാക്കി വെക്കുക. ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പക്ഷാഘാതത്തിലേക്കോ ഹൃദയാഘാതത്തിലേക്കോ നയിച്ചേക്കാം. ക്ലിയർ? ലോക പാർക്കിൻസൺസ് ദിനം എന്നാണ് ഏപ്രിൽ 11 ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദിനങ്ങൾ ചോദ്യം വരാറുണ്ട്. ക്യാൻസർ ദിനം എന്നാണ് ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ് കേട്ടോ. ഫെബ്രുവരി 4 ആണ് ക്യാൻസർ ദിനം. എന്നാണ് ലോകാരോഗ്യ ദിനം? ഏപ്രിൽ 7 ആണ് ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. അപ്പോ ഹീമോഫീലിയ ഡേ എന്നാണ്? ഏപ്രിൽ തന്നെയാണ് കേട്ടോ. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് കേട്ടോ. ഹീമോഫീലിയ. മാർച്ച് 24 ആണ് എന്ത്? മാർച്ച് 24 ക്ഷയരോഗ ദിനമാണ് അല്ലെ. മാർച്ച് 24 ആണ് ക്ഷയരോഗ ദിനം. മാർച്ച് 24 ക്ഷയരോഗ ദിനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർച്ച് 24 നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. വനജയുടെ കാലിൽ ക്ഷയം, വനദിനം. ആദ്യം വനദിനമാണ് മാർച്ച് 21. 22 ജലദിനം, കാലിൽ അത് കാലാവസ്ഥാ ദിനം. 23 ആണ് മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ആണ് ക്ഷയരോഗ ദിനം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ഹീമോഫീലിയ ഡേ ആണ് ഏപ്രിൽ 17. ഏപ്രിൽ 7 ആണ് ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഫെബ്രുവരി 4 എന്താണ്? ക്യാൻസർ ദിനം. ഡിസംബർ 1 എന്താണ്? ഡിസംബർ 1 എന്താണ്? എയ്ഡ്സ് ദിനം. ഡിസംബർ 1 ആണ് എയ്ഡ്സ് ദിനം. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അപ്പൊ അത് മറന്നു പോകില്ലേ? സെപ്റ്റംബർ 21 ആലോചിച്ച് നോക്ക്. അപ്പൊ അത് മറക്കണ തന്നെ നിങ്ങൾക്ക് അൽഷിമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അൽഷിമേഴ്സ് സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനമാണ് സെപ്റ്റംബർ 21. മറക്കരുത്. സെപ്റ്റംബർ 21 മറന്നാൽ നിങ്ങൾക്കും ആ രോഗം ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ചില പ്രധാന ന്യൂറോളജിക്കൽ രോഗങ്ങൾ: മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അല്ലെ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. പിന്നെ ഹണ്ടിങ്ടൺസ് രോഗം, സെറിബ്രൽ പാൾസി, പിന്നെ ഗില്ലിൻ ബാരെ സിൻഡ്രോം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ന്യൂറോളജിക്കൽ രോഗങ്ങൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഹണ്ടിങ്ടൺസ് രോഗം, സെറിബ്രൽ പാൾസി, പിന്നെ ഗില്ലിൻ ബാരെ സിൻഡ്രോം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഡേറ്റുകളൊക്കെ എന്തായാലും, അതായത് ലോകാരോഗ്യ ദിനം, ഹീമോഫീലിയ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ആണെന്ന് നമ്മൾ പഠിച്ചു. ഹീമോഫീലിയയുടെ ഏപ്രിൽ 17 ആണ്. ഡിസംബർ 1 ആണ് എയ്ഡ്സ് ദിനം എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ് അല്ലെ. ഫെബ്രുവരി 4 പഠിച്ചു കേട്ടോ. ഫെബ്രുവരി 4 ആണ് ക്യാൻസർ ദിനം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഡേറ്റുകൾ പഠിച്ചു വെക്കണം. പിന്നെ ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ചോദ്യം വരാറുണ്ട്. ഹൃദയമാണ് കേട്ടോ. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ചോദ്യം വരാറുണ്ട്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല, മുദ്രാവാക്യമൊക്കെ നമ്മൾ പഠിച്ചു. മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമി, ആഹാരം, സമാധാനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ എക്സാക്ട് അല്ല ഓരോ മൈന്യൂട്ട് പോയിന്റും ഓരോ ചെറിയ പോയിന്റും നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പഠിച്ചിട്ടുണ്ടാവും, ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പൊ മനസ്സിലാക്കി വെക്കുക.
എടുക്കുക, റിവൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.